ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തു. എനിക്ക് ഭയങ്കര വളവനാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പുറത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റണ്ടല്ലോ. ബിരിയാണി വെച്ചാൽ ഞാനങ്ങ് മയങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ബിരിയാണി വെക്കാനില്ല എല്ലാ ഐറ്റംസും വാങ്ങിക്കൊടുത്തു. ഞാനും വിട്ടില്ല, ഒരിക്കലും ബിരിയാണി ഞാൻ ഇന്ന് വെക്കൂല, ഇന്ന് പുറത്ത് പോവാ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടോ. വാട്ടർഫാൾസിൽ പോവാ പറഞ്ഞിട്ട് പക്ഷേ ആ പാളിപ്പോയിട്ടോ വാട്ടർഫാൾസൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബിരിയാണി വെപ്പും വാട്ടർഫാൾസും ഒന്നും ഉണ്ടായില്ല ഇന്നലെ കേട്ടോ. അപ്പോൾ ഇന്നലെ സൺഡേ അങ്ങനെ പാളിപ്പോയൊരു സൺഡേ ആയി. അങ്ങനെ ഞങ്ങൾ ആ ബിരിയാണി വെക്കണ്ട ഇന്ന് മോർണിംഗിൽ ബിരിയാണി വെക്കാം. അപ്പോൾ പൊരിക്കലും കരിക്കലും ഒന്നും നടക്കൂലട്ടില്ലേ. അപ്പോൾ കുക്കർ ബിരിയാണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുക്കർ ബിരിയാണി ചെയ്യാൻ കേട്ടോ. കുക്കർ ബിരിയാണി ചെമ്പ് ബിരിയാണി ആയി മാറിയിട്ടോ. അതും പാളിപ്പോയി, എല്ലാം പാളിപ്പോവാണ്. എന്താണെന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? എന്ത് നമ്മൾ വിചാരിച്ചാലും അതങ്ങനെ പാളിപ്പോവാൻ. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പൂവ്, ഇല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വണക്കി. അതിൻ്റെ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കുറച്ച് മുന്തിരി ഇട്ട് അതും വണക്കി നന്നായിട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വണക്കിട്ടോ. കുറേ നേരം വണക്കിയാലേ ഉള്ളൂ. ഉപ്പിട്ടാൽ നല്ല പെട്ടെന്നാവും കേട്ടോ. കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകണം. പൊരിക്കും കരിക്കൊന്നും വേണ്ട. ഞാൻ മറ്റേ പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ആ ബിരിയാണിക്കും ഈ ബിരിയാണിക്കും ഭയങ്കര ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ട്. അങ്ങനെ പച്ചമുളക് ഇട്ടിട്ടോ. പച്ചമുളക് ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് വാട്ടിയിട്ടോ. വാട്ടിയിട്ടില്ലേ പച്ചമണം ശരിയാവില്ല. എന്നിട്ട് നമുക്ക് അതിക്ക് കുറച്ച് തക്കാളി ഇടാം. അങ്ങനെ കുറച്ച് തക്കാളി ഇട്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ കുക്കർ ബിരിയാണി വെക്കണ തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഇത് വെച്ചപ്പോൾ അടിപൊളിയാണ്. അധികം മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ സിമ്പിളാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല അല്ല കേട്ടോ, ഗരം മസാലയും ബിരിയാണി മസാലയും കുറച്ച് വലിയ ജീരകം ചതച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വണക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തൈരുണ്ട്. തൈര് ആവശ്യത്തിന് കുറച്ച് ഒഴിക്കട്ടോ തൈര്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു നാരങ്ങൻ്റെ ഒരു പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് ആ ചിക്കന് ഞാൻ അവിടെ കഴുകി വെച്ചിരിക്കുന്നു കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്, സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കി, സിമ്പിളാണ് കേട്ടോ. പക്ഷേ ഒന്ന് പാളിപ്പോയിട്ടോ. കുക്കർ അങ്ങ് ചെമ്പട്ടിയായി മാറിപ്പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചിക്കൻ ഉണ്ടായിരുന്നു. ആ ചിക്കൻ അതിലോട്ട് ഇട്ടു കേട്ടോ. അയ്യോ, ഇത്ര ഈസി ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത്ര ഈസി ആണെങ്കിൽ പൊരിക്കലും കരിക്കലൊക്കെ ഒന്നുമില്ലാത്ത ബിരിയാണി ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷെ കുക്കർ സെറ്റായില്ല. അങ്ങനെ കുക്കർ അടച്ചിട്ട് ആ വിസിൽ അതിൻ്റെ വെയിറ്റ് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം വെക്കട്ടോ. ഒരു 5 മിനിറ്റ് വെക്കട്ടോ. വെച്ചതിൻ്റെ ശേഷം അതിന് തുറന്നിട്ട് ഇളക്കിയിട്ട് അരി അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് ചൂടില്ല നല്ല തിളച്ച വെള്ളം അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് അങ്ങ് കുക്കറിലാണെങ്കിൽ കുക്കർ വിസിലിട്ടാൽ മതി. പക്ഷേ എനിക്ക് കുക്കറിൽ വെക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കുക്കറിൽ കൊള്ളണില്ല. ഞാൻ മറ്റേ റൈസില്ലേ, കബ്സ റൈസ്, അത് 1 കിലോ വെക്കാറുണ്ട് കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഇതിൽ വെച്ച് നോക്കിയത്. പക്ഷേ ഇത് സെറ്റായില്ല കേട്ടോ. അങ്ങനെ ചെമ്പട്ടിയിലോട്ട് അങ്ങ് മാറ്റി. അതിൻ്റെ അയ്യോ, അതൊരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ചെമ്പട്ടിയിലാക്കി അങ്ങനെ ദമ്മിട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ ലഞ്ച് റെഡി ആയിട്ടോ മക്കളെ. ഇത്ര പെട്ടെന്ന് മോർണിംഗിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. ബിരിയാണി വെക്കണ്ടേന്ന് ഉറക്കത്തിൽ ഇങ്ങനെ ബിരിയാണി വെക്കണ്ടേന്ന് ഒരൊറ്റ ചിന്തയുള്ളൂ കേട്ടോ. അങ്ങനെ ബിരിയാണി ഇപ്പോൾ റെഡിയായി. എൻ്റെ റബ്ബേ, ഇനിയൊന്ന് കുറച്ച് ഉറങ്ങണം. അങ്ങനെ മോൾക്ക് ലഞ്ച് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും പൊരിച്ചു. അങ്ങനെ മോൾക്ക് ചിക്കൻ പൊരിച്ചതും ബിരിയാണി തൈരും ഒക്കെ സെറ്റാക്കി കൊടുത്തു അവിടെ സ്കൂളിലോട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ്. ടാറ്റാ, ബൈ ബൈ.